നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഭാവി മാത്രമല്ല, ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. കേരളത്തിൽ NPR നടപ്പിലാക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടവർ ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ്: പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ, അതോ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഭരണാധികാരിയാണോ, ഏകാധിപതിയാണോ എന്നൊക്കെ. ഭാരതത്തിന്റെ ഭരണഘടനയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവർ അതേ ഭരണഘടന കേന്ദ്ര സർക്കാരിന് നൽകുന്ന അധികാരങ്ങളെ തൃണവൽക്കരിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണോ? പൗരത്വ ഭേദഗതി നിയമത്തെയും ദേശീയ ജനസംഖ്യ രജിസ്റ്ററിനെയും ഭീകര രൂപമായി ചിത്രീകരിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഇടത് സർക്കാർ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പിണറായി വിജയന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ പച്ചയായ രാഷ്ട്രീയവും അത് കേരളത്തിന് വരുത്തി വെക്കാൻ പോകുന്ന വൻ വിപത്തുകളും തുറന്നു കാട്ടുകയാണ്. ഒരു മാധ്യമങ്ങളും സംസാരിക്കാത്ത ചില ചതിക്കുഴികളെ കുറിച്ചും ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക, സത്യം തിരിച്ചറിയുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഒന്ന് ശ്രദ്ധിക്കാം. 2019 മുതൽ NPR നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് പോലും. അടുത്ത വർഷം സെൻസസ് വരാനിരിക്കെ ജനങ്ങളെ മുൻകൂട്ടി ഭയപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇവിടെ പയറ്റുന്നത്. എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യുന്നത്? പച്ചയായ വോട്ട് ബാങ്ക് സംരക്ഷണം അല്ലെ? കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ BJP വിരുദ്ധതയും ഭീതിയും നിറച്ചു നിർത്തിയാൽ മാത്രമേ തങ്ങളുടെ അധികാരം നിലനിൽക്കൂ എന്ന് CPM-ന് നന്നായിട്ട് അറിയാം. നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു വ്യാജ രക്ഷക പരിവേഷം നിർമ്മിക്കാനാണ് ഈ നീക്കം. സംസ്ഥാനം കടക്കെണിയിലാണ്. നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ല. കേരളയിലും ലൈഫ് മിഷനും ഒക്കെ വിവാദങ്ങളിൽ മുങ്ങിക്കിടക്കുന്നു. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ CAA, NPR തുടങ്ങിയ വൈകാരിക വിഷയങ്ങളൊക്കെ അവർ വീണ്ടും പൊടി തട്ടിയെടുത്തു. ഇതൊരു തരം രാഷ്ട്രീയ ബ്ലാക്ക് മെയിലിംഗ് ആണ്. രാജ്യത്തിന്റെ നിയമം അനുസരിക്കില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ലംഘനമാകാതെ ഇരിക്കുന്നത്? NPR എന്നാൽ പൗരത്വ രജിസ്റ്റർ അല്ല, ഇത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ്. ഒരു പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യം. ഇതൊരു പുതിയ കാര്യമാണോ? അല്ല. 2010-ൽ UPA സർക്കാരിന്റെ കാലത്തും ഇത് നടന്നിട്ടുണ്ട്. അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിൽ പരാതി ഉണ്ടായിരുന്നില്ല. ഇന്ന് BJP ഭരിക്കുമ്പോൾ മാത്രം ഇതെങ്ങനെയാണ് വിഷമാകുന്നത്? രേഖകൾ ഹാജരാക്കണോ? ഇല്ല. NPR ശേഖരണത്തിന് ജനങ്ങൾ രേഖകളൊന്നും ഹാജരാക്കേണ്ടതില്ല. ഇത് കേന്ദ്രം പലവട്ടം വ്യക്തമാക്കിയതാണ്. എന്നിട്ടും നിങ്ങളുടെ രേഖകൾ പിടിച്ചു വാങ്ങും, നിങ്ങളെയൊക്കെ തടങ്കൽ പാളയത്തിൽ അടയ്ക്കും, ഇവിടെ നിന്നും പിടിച്ചു പുറത്താക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? പിണറായി വിജയൻ ഈ ഉത്തരവിലൂടെ ചെയ്യുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുക എന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ജോലി ചെയ്യാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തോടുള്ള യുദ്ധപ്രഖ്യാപനവുമാണ്. ഭാരതത്തിന്റെ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂൾ പ്രകാരം സെൻസസ് എന്നത് കേന്ദ്രത്തിന്റെ മാത്രം അധികാര പരിധിയിലുള്ള ഒന്നാണ്. സെൻസസ് ആക്ട് 1948 അനുസരിച്ച് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനായി സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ്. സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയാൽ കേന്ദ്ര നിയമം ഇല്ലാതാകുകയുമില്ല. ആർട്ടിക്കിൾ 256 പ്രകാരം കേന്ദ്രത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കും. കേരളം ഭാരതത്തിന്റെ ഭാഗമല്ലേ? അതോ ഭാരതത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ സൗകര്യമില്ലാത്തൊരു പ്രത്യേക രാജ്യമായി കേരളത്തെ മാറ്റാൻ പിണറായി ശ്രമിക്കുകയാണോ? കുറച്ചു കാലങ്ങളായി നമുക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു എന്നത് ഒരു മറ മാത്രമാണ്. കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്നതുകൊണ്ട് ഒരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല. ഇത് ജനങ്ങളെ കബളിപ്പിക്കാനായി നടത്തുന്ന നിയമയുദ്ധം മാത്രമാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആ നാട്ടിലെ ജനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ അത്യാവശ്യമാണ്. എത്ര പേർക്ക് വീടില്ല, എത്ര പേർക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല, ഏത് പ്രദേശത്താണ് കൂടുതൽ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വേണ്ടത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് സെൻസസ്, NPR ഡാറ്റകളൊക്കെ വഴിയാണ്. കേരളം ഈ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ കേന്ദ്ര വിഹിതം കുറയുന്നത് മറ്റൊരു കാര്യം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും കേരളത്തിന് നഷ്ടമാകും. പിന്നെ കേന്ദ്രം പണം തന്നില്ലേ, കടം എടുക്കാൻ അനുവദിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പല ക്ഷേമ പദ്ധതികളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഡാറ്റ ഇല്ലാതെ പ്രയാസമായിരിക്കും. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമാണുള്ളത്? ഭാരതം ഇന്ന് ലോകശക്തിയായി വളരുകയാണ്. എന്നാൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം ഒരു വലിയ ഭീഷണിയുമാണ്. NPR നടപ്പിലാക്കുന്നതിലൂടെ രാജ്യത്തെ ഓരോ താമസക്കാരനെയും തിരിച്ചറിയാൻ സർക്കാരിന് സാധിക്കും. ഇത് രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയെ പിണറായി വിജയൻ എതിർക്കുന്നത് ആരെ സഹായിക്കാനാണ്? ദേശവിരുദ്ധ ശക്തികൾക്ക് കേരളത്തിൽ താവളമൊരുക്കാനാണോ ഈ നീക്കം? ഭാരതം സുരക്ഷിതമാകുമ്പോൾ, ഭാരതം വളരുമ്പോൾ കേരളം മാത്രം എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥമാകുന്നത്? വിജയന്റെ ചരിത്രം പരിശോധിച്ചാലും ഇരട്ടത്താപ്പുകളുടെ നീണ്ട നിര വേറെയും കാണാം.
ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടവരാണ് ഇവരെല്ലാം. അതുപോലെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരുമാണ് ഇവരൊക്കെ. ഇന്ന് കേരളത്തിൽ വരുമ്പോൾ ഇവർ കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്നു. പിന്നെ അദാനിക്കെതിരെ കൊടിപിടിച്ചവർ അദാനിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നു. പൗരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിൻ്റെതാണെന്ന് മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറയുന്നു. എന്നാൽ അത് നിയമപരമായി യാതൊരു വിലയുമില്ലാത്ത വെറും കടലാസ് കഷ്ടമാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം നാടകങ്ങളൊക്കെ എത്ര കാലം തുടരും? മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സെൻസസ് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ വിവരം നൽകരുത് എന്ന് പറയാൻ സർക്കാരിന് കഴിയുമോ? അതുപോലെ വിവരങ്ങൾ നൽകുന്ന പൗരന്മാരെ സർക്കാർ ശിക്ഷിക്കുമോ? അതും കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങാൻ മാത്രം ഡാറ്റ നൽകുകയും രാജ്യത്തിന്റെ നിയമം വരുമ്പോൾ മുഖം തിരിക്കുകയും ചെയ്യുന്നത് എന്ത് മര്യാദയാണ്? പിണറായി വിജയൻ സർക്കാരിന്റെ ഈ പിടിവാശിയുണ്ടല്ലോ, ഇത് കാരണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ വർഗീയ ചേരിതിരിവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ പയറ്റുന്നത്. ഭാരതം വൈവിധ്യങ്ങളുടെ നാടാണ്, പക്ഷെ നിയമം എല്ലാവർക്കും ഒന്നാണ്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരൊറ്റ നിയമ വ്യവസ്ഥയാണ് നിലനിൽക്കേണ്ടത്. കേരളം മാത്രം ഈ വ്യവസ്ഥയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പറയുന്നത് അരാജകത്വമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സങ്കല്പത്തിന് തടസ്സം നിൽക്കുന്ന ഏക സംസ്ഥാനമായി കേരളം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളം പിന്നോട്ട് പോകുമ്പോഴും ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രം നമ്മളെ ഭയപ്പെടുത്തും. പക്ഷേ വസ്തുതകൾ നമ്മൾ തിരിച്ചറിയണം. NPR എന്നത് നിങ്ങളുടെ പൗരത്വം തട്ടിയെടുക്കാനുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് സേവനങ്ങൾ എത്തിക്കാനുള്ള മാർഗമാണ്. പിണറായി വിജയൻ സർക്കാർ ഇറക്കിയിരിക്കുന്ന ഈ പുതിയ ഉത്തരവ് കോടതിയിൽ പോലും നിലനിൽക്കില്ല. ഇത് വെറും ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ലക്ഷ്യം വെച്ചുള്ള വെറും പ്രഹസനം എന്ന് തന്നെ നമുക്ക് തുറന്നടിച്ചു പറയാം. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കേരള സർക്കാർ നടത്തുന്ന ഈ നുണപ്രചാരണങ്ങൾക്കെതിരെ സത്യം വിളിച്ചു പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഈ നീക്കം കേരളത്തെ സഹായിക്കുമോ അതോ തകർക്കുമോ? കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങളോട് സഹകരിക്കാത്ത ഒരു സംസ്ഥാനം രാജ്യത്തിന് തന്നെ അപമാനമല്ലേ? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.